ദൈവമേ, കുട്ടിയാന. ഇന്ദുഗോപം നീ ഞാൻ ശനിയാഴ്ച പോകും. ഇന്ന് വരും. നമുക്ക് മേൽ കാണാം. ഏത് വണ്ടിക്കാ പോകുന്നത്? എക്സ്പ്രസ്. സ്റ്റാർലിംഗ്. ഒരു ഫ്രണ്ടിനെ കാണാൻ പോയി. I know your friend. Who? Your new friend? Cut it. എന്നാലേ നിന്റെ ഫ്രണ്ടിന്റെ ഡാഡി വന്നിട്ടുണ്ട്. ആര്? നിന്റെ വാരിയർ അങ്കിൾ. ഓ, വാരിയർ അങ്കിൾ. ഐലൻ, ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്. ഡാഡി കുടിക്കാതിരിക്കാൻ ഉപദേശിക്കാൻ. ആ, ഉപദേശിക്കുന്നുണ്ട്, ശരിക്കും ഉപദേശിക്കുന്നുണ്ട്. You are really mischievous. ജൂലി, സാർ വന്നപ്പോൾ മുതൽ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഗുഡ് ഈവനിങ് ജൂലിയറ്റ്. ഗുഡ് ഈവനിങ് അങ്കിൾ. ജൂലിയറ്റിന്റെ ഡാഡിയെ ഉപദേശിക്കാൻ വന്ന അങ്കിൾ ഈ കണ്ടീഷനിലെത്തി. സാർ, ഒരു എഞ്ചിൻ ഡ്രൈവർ ഡ്യൂട്ടിക്ക് പോകുന്നത് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. വിമാനം ഓട്ടിക്കുന്ന പൈലറ്റിനും കാർ ഓട്ടിക്കുന്ന ഡ്രൈവർക്കും അവർ ഓട്ടിക്കുന്ന വാഹനത്തിന് പോലും ഒരു നിയന്ത്രണമുണ്ട്. ഞങ്ങള് വെറും പച്ചക്കൊടിയിൽ വിശ്വസിച്ച് മുമ്പ് കാണാതെ ഇങ്ങനെ യാത്ര ചെയ്തോണ്ടേ. ഇതൊന്നും അമിതമായി മദ്യപിക്കുന്നതിനുള്ള എക്സ്ക്യൂസ് അല്ല മിസ്റ്റർ മോറിസ്. ഹെൽത്ത് സൂക്ഷിക്കണം, ഞാൻ പറഞ്ഞേക്കാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. സാർ, ഒരു ബാസായ സാറ് എന്റെ വീട്ടിൽ വന്ന് ഈ എളിയ സൽക്കാരം സ്വീകരിച്ചതിന് ഞാൻ എന്നും ബോസും കീഴ് ജീവനക്കാരനും ഒക്കെ ഓഫീസിൽ. ഇവിടെ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ വിരുന്ന് വന്നിരിക്കുകയാണ്. ഞാൻ വരട്ടെ. ജോലി ഡോണ്ട് വറി. ഡാഡിയുടെ കുടി നിർത്താനൊന്നും പറ്റില്ല. പക്ഷെ ശ്രദ്ധിക്കണം, ഹെൽത്ത് വളരെ മോശം. എന്ത് ചെയ്യാം? നല്ല ആഹാരങ്ങൾ കൊടുക്കണം. മമ്മിയോട് പ്രത്യേകം പറയണം. ഓക്കെ, ഞാൻ വരട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അങ്ങനെ ആവട്ടെ.
ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ അങ്കിൾ. ഗുഡ് ആഫ്റ്റർനൂൺ. ഹൗ ആർ യു? ഫൈൻ. ഹലോ ശശി. Hello. ചേട്ടൻ പോവാണ്. ഓ ഐ സി. ജൂലി ഇവിടെ? ഡാഡി ഈ വണ്ടിയിലാണോ? അല്ല, ഒരാളെ കാണാൻ മമ്മി പറഞ്ഞയച്ചു. I see. ഞാൻ പോട്ടെ അങ്കിൾ. Bye bye. ഞാൻ പോട്ടെ. ആ വണ്ടി വന്നു. ആ. ഗുഡ് മോർണിംഗ് ജൂലിയൻ. അങ്കിൾ ഇന്ന് അടുക്കള പണിയാ. ഞാൻ നല്ലൊരു പാചകക്കാരനും കൂടിയാ. പുറത്താരോടും പറയരുത്. എന്നെ പോലുള്ള റെയിൽവേ ഓഫീസർ അടുക്കള പണി ചെയ്യുന്നു എന്ന് അറിഞ്ഞാൽ മഹാമോശ. ഉഷവാണി കൊപ്പ ബാക്കി ജോലി ഞാൻ ചെയ്തോളാം. ആന്റി എവിടെ അങ്കിൾ? എന്റെ വാരശിയാര് ഇനി 4 ദിവസത്തേക്ക് അടുക്കള കയറില്ല. ഓ ജിമ്മി ഹാസ് ഗോൺ. എവിടെ? ഇംഗ്ലണ്ടിൽ. ഞങ്ങൾ എല്ലാം അവിടെ സെറ്റിൽ ചെയ്യാൻ പോകുന്നു. ജൂലിയും? എല്ലാവരും പോയാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇക്കൊല്ലം പാസ്സായി കഴിഞ്ഞാൽ ശശിച്ചേട്ടൻ പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ പോകുന്നുണ്ട്. ബ്രദറിന്റെ അടുത്തുണ്ടോ? എന്ത് വേണം അറിഞ്ഞിട്ട്? അത്രേ ഉള്ളൂ. ഇങ്ങോട്ടൊന്ന് നോക്ക്. കള്ളി, അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് എന്താ? ഞാൻ എല്ലാം കണ്ടു. റെയിൽവേ സ്റ്റേഷനിൽ വന്നത് ചേട്ടനെ യാത്രയാക്കാനെന്ന് മനസ്സിലായി. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. വിൽ ഗോ. ലേറ്റ് ഒന്നും അല്ല, അവിടെ നിൽക്ക്, ഓടാതെ. ആ ചേട്ടന്റെ എഴുത്തുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞ് ഞങ്ങളും ഇംഗ്ലണ്ടിൽ സ്ഥിരതാമസമാകും. ജൂലിയോട് പ്രത്യേകം ചോദിച്ചു. ഹായ്, ജിമ്മിക്ക് വേഗം ജോലി കിട്ടൂലേ? ജൂലിയോട് ചേട്ടൻ പ്രത്യേകം ചോദിച്ചതാ എഴുതിയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇംഗ്ലണ്ടിൽ പോകും. ആ മതിയടി അഭിനയം. ആ കാര്യമൊക്കെ ശരി. എന്റെ ചേട്ടൻ ഒരു ചട്ടക്കാരി പെണ്ണിന്റെ പിറകെ നടക്കുന്നത് എനിക്കിഷ്ടമല്ല. രാത്രിയിലേക്കുള്ള ഭക്ഷണം മടങ്ങി വരുമ്പോഴേക്കും ഞാൻ കൊണ്ടുവരാം. പുറത്തിന് എന്നെ ഒന്നും കഴിക്കേണ്ട ഡാഡി. നോ ഡൗട്ട്. ഡാഡി പ്ലീസ് ഹീർ ആഫ്റ്റർ ഡോണ്ട് ഡ്രിങ്ക്. എന്തിനാ ഈ മനുഷ്യൻ മദ്യം കഴിക്കുന്നത്? എനിക്ക് എന്ത് സുഖം ഈ മദ്യത്തിന് ചെലവാക്കുന്ന കാശ് കൊടുത്ത് മനുഷ്യൻ ലിവർ സൂപ്പ് വാങ്ങിച്ച് കഴിക്കരുത്. പക്ഷെ ഡാഡിക്ക് ഇപ്പൊ എപ്പോ മൗനമാണ്. എന്നാലെന്താ, എനിക്ക് നല്ല ഉത്സാഹം തോന്നുന്നു. അടുത്ത ക്രിസ്മസിന് പോലും ഞാൻ മദ്യം കഴിക്കില്ല. ഇപ്പോഴെങ്കിലും അത് തോന്നിയല്ല. ആ മദ്യം കഴിച്ചാലുള്ള കുഴപ്പം ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്. ജൂലി, നിന്റെ ഡാഡിക്ക് കുറച്ച് ലിവർ മേടിച്ച് സൂപ്പ് ഉണ്ടാക്കി കൊടുക്കണം. നീ രാത്രി പോകുമ്പോ എടുത്തോണ്ട് പോ. പിന്നെ നീ ഇന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്യണം. മിസ്റ്റർ പിള്ളയെ ഞാൻ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. ഓക്കെ മാം. ജൂലി, നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആര്? ഞാൻ നോക്കില്ല. യു ഗോ ആൻഡ് സീ. ഹായ് ശശി. ഹായ്. എന്ന് വന്നു? 2 ദിവസമായി. ഞാൻ അറിഞ്ഞില്ല. ലീവ് ആയതുകൊണ്ട് ഊഷ്യം കണ്ടില്ല. പിന്നെ ഞാൻ ഈ വഴി പോകുമെന്ന് പറഞ്ഞപ്പോൾ ഉഷ തന്നയച്ചതാണ്. താങ്ക് യു. സൗകര്യമുള്ളപ്പോൾ വീട്ടിലേക്കൊന്ന് വരണമെന്ന് ഉഷ പറഞ്ഞു. ഞാൻ വരട്ടെ? ആരാ വന്ന്? ഉഷയുടെ ബ്രദർ. മമ്മി എവിടെ പോയി? എന്തിനു വന്നു? ഉഷ ഈ ബുക്ക് കൊടുത്തയച്ചു. എന്നോട് അങ്ങോട്ട് വരാൻ
പറഞ്ഞയച്ചു. നീ ആ ബോയോട് അകത്തോട്ട് കയറിയിരിക്കാൻ പറഞ്ഞുകൂടായിരുന്നോ? യു ഹാവ് നോ മാനേഴ്സ് ജൂലി. ആരെങ്കിലും വന്നാ വിളിച്ചിരുത്തി സൽക്കരിക്കണ്ടേ? ഉഷയുടെ അവരാരും വിടില്ല. അവരൊക്കെ ഒരു മാരേജിന് പോയിരിക്കാം. 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരൂ. നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ കള്ളം പറഞ്ഞതല്ലേ. ഞാൻ പോട്ടെ. പ്ലീസ്, ഞാൻ പോട്ടെ. എന്നെ എത്ര പേടിയാണ്. ആരെങ്കിലും കാണും? ആരും കാണും. നോ പ്ലീസ്, നോ പ്ലീസ്, ശശി പ്ലീസ്. ജൂലി, ഇരിക്കൂ. ഞാൻ പോട്ടെ. ജൂലിക്ക് പോകണമെങ്കിൽ പോവാം. എനിക്ക് നിർബന്ധമൊന്നുമില്ല. ശശി പ്ലീസ്, എനിക്ക് ഭയമാകുന്നു. ആരെങ്കിലും വരും? ആരും വരില്ല. ശശി, ഡാഡി മമ്മി അറിഞ്ഞാലോ? അറിഞ്ഞാ അറിയട്ടെ. ഐ ഡോണ്ട് കെയർ ഫോർ ദം. ലെറ്റ് ദം ഗോ ടു ഹെൽ. ശശി, ശശി പ്ലീസ്. Come on, Julie. Julie, I like you. ഞാൻ പോട്ടെ ശശി. എത്ര വേഗം പോണം? എനിക്ക് പോണം. എന്നോട് പിണക്കമാണോ? രണ്ടു ദിവസം കഴിഞ്ഞാൽ അവരെല്ലാം വരും. അത് കഴിഞ്ഞാൽ ഞാൻ പോകും. പോയാലെന്ന് വരും? അടുത്തെങ്ങും വരില്ല. ഞാൻ വരുമ്പോഴേക്ക് ജോലിക്ക് വേറെ ബോയ് ഫ്രണ്ട് കാണും. ശശി, എനിക്കാരും വേണ്ട. എന്നെയും. ശശി എന്റെ എല്ലാമാണ്. My darling Julie. ശശി പ്ലീസ്, പ്ലീസ് ശശി, ശശി. ശശി, be careful. ഞാൻ പോട്ടെ. വരുമോ? എന്നോട് ഇഷ്ടമാണെങ്കിൽ വരണം.
ജൂലി. ഓ, ശശി കുടിച്ചോ? അല്പം. ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞു പോയി. ശശി കുടിക്കുന്നു ഞാൻ കരുതിയില്ല. ജൂലി കുടിക്കില്ലേ? അക്കേഷനില്ലേ, ഇഷ്ടമുണ്ടായിട്ടില്ല. പക്ഷേ ഇവിടെ ഈ വീട്ടിൽ ശശി നോ. ഓ, വരൂ ജൂലി. ശശി, Please, come on, Julie. Julie. yes, darling. I love you. Oh, you're my sweetness. I love you. Julie. I love you. I love you. നിന്റെ സ്വപ്നത്തിൻ കൂടിനെത്രവാതിൽ ഓ മൈ ജൂലി ജൂലി നിന്റെ സ്വപ്നത്തിൻ കൂടിനെത്രവാതിൽ ആ കിളിവാതിലിപ്പോൾ പടരുന്നതേതു വള്ളി അതിൻ്റെ ചില്ലയിലിപ്പോൾ പൂത്തതെന്തൊരു പൂ ജൂലി I love you. I love you.
ആ പൊൻകമ്പിയിലിപ്പോൾ വിടരുന്നതേതൊരു ഗാനം, പ്രേമഗാനം. അതിൻ്റെ പല്ലവിപ്പോൾ കോർത്തതേതു പദം, Honeydew, honeydew. ജൂലി. Yes, darling. I love you. Oh, you are my sweetness. I love you. ശശി, ശശി, ഞാൻ പോട്ടെ. No, Julie, please. It's getting late. Please, Julie. മമ്മി വഴക്ക് പറയും. No. Please, ശശി, please. No, Julie, come Oh, on. ശശി. Please, ശശി, leave me. Please. Please. ജൂലി, റിച്ചർഡ് എന്തിനു വന്നു? മമ്മി പറഞ്ഞേച്ചാ എന്തിന്? വിളിച്ചോണ്ട് വരാൻ. ഓക്കെ. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? എന്തിനറിയണം? അല്ല, പുറത്താരെയും കണ്ടില്ല. ഞങ്ങൾ അകത്തായിരുന്നു. അതിനെന്തിനാ കതവടച്ചിരുന്നത്? അകത്തൊന്ന് നോക്കിയോ? ഇല്ല. ജൂലിയെ വിസ്കി നാറുന്നു. വിസ്കി നാറുന്നു. മാറിക്കോട്ടെ. ഞാൻ മമ്മിയോട് പറയുന്നു. ഗോ ടു ഹെൽ. താങ്ക് യു റിച്ചി. നോ മെൻഷൻ. മിസ്റ്റർ വാര്യരും വൈഫും മകളും നാട്ടിൽ നിന്ന് വരും. ഞാൻ ആരോടും ഒന്നും പറയാൻ പോകുന്നില്ല. ബട്ട് നിന്നെ ഓർത്ത് എനിക്ക് ദുഃഖമുണ്ട് ജൂലി.